Hi everyone, welcome to today's class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അല്ലീൽസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ ലൈക്ക് ദേ ആർ ഇൻഹെറിറ്റഡ് ഫ്രം ലൈക്ക് പാരൻസ് ഫ്രം ഫാദർ ആൻഡ് മദർ എന്നുള്ളതൊക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോപ്പുലേഷനിലുള്ള അല്ലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ അല്ലീലിക് ഫ്രീക്വൻസീസ് എങ്ങനെ നമ്മൾ ലൈക്ക് ഹൗ വി ക്യാൻ റിലേറ്റ് ദിസ് ജനറ്റിക് കോൺസെപ്റ്റ് വിത്ത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം ലൈക്ക് ദിസ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റും അതേപോലെ തന്നെ ഈ മെൻഡേലിയൻ കോൺസെപ്റ്റും കൂടിയിട്ട് ടുഗെദർ പറഞ്ഞത് വില്യം വീൻബർഗ്. അതുകൊണ്ടാണ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്നുള്ള ഒരു നെയിം അവിടെ വന്നത്. The person he is a German physician William Weinberg. So he is a Dr. William Weinberg and one English mathematician G.H. Hardy, Godfrey H. Hardy, G.H. Hardy എന്ന് പറയും. So he is an mathematician and William Weinberg is a German physician. സോ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, ദി ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ വാട്ട് ഈസ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം? So Hardy-Weinberg equilibrium is a principle stating that the genetic variation in a population will remain constant from one generation to the next in the absence of disturbing factors. So you have to note these two lines, that is it remains constant, and also it's very important to note this line, that is absence of disturbing factors. So ഈ Hardy-Weinberg equilibrium പറയുന്നത് ഒരു 5 അസംഷന്റെ മേലെയാണ്. The first assumption is that there should be no selection, and there should be no mutation, there should be no migration, large population should be there, and random mating should be there. അതായത് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അതായത് ഈ അസംഷൻസ് എല്ലാം ഫോളോ ചെയ്തിരിക്കണം. അതായത് നാച്ചുറൽ സെലക്ഷൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ലൈക്ക് വി ഹാവ് മെയിൻലി നമ്മളിപ്പോൾ ഒരു ക്യാരക്ടേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുക. വി വിൽ ബി ഹാവിങ് എ ഡ്വാർഫ് ടോൾ. 2 ക്യാരക്ടർ നമ്മൾ എടുത്തു. ഡ്വാർഫ് ക്യാരക്ടർ ഇറ്റ് ഈസ് എ റെസസീവ് ക്യാരക്ടർ ആൻഡ് ടോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഡൊമിനന്റ് ക്യാരക്ടർ ആണ്. ആൻഡ് ഓൾസോ വി ഹാവ് ദിസ് ഹെട്രോസൈഗസ് ക്യാരക്ടർ. ഇത് നമ്മൾ ഡ്വാർഫ് ക്യാരക്ടർ, സ്മോൾ ടി റെസസീവ് ആണ്, ക്യാപിറ്റൽ ടി ഇസ് ഡൊമിനന്റ് ക്യാരക്ടർ, ആൻഡ് വി ഹാവ് ഓൾസോ ലൈക്ക് ഹെട്രോസൈഗസ് ക്യാരക്ടർ. സോ ഇതിൽ നമ്മൾ ഡ്വാർഫിന് മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടോളിനെ മാത്രം, അതായത് ഡൊമിനന്റിനെ മാത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റെസസീവ് ആയിട്ടുള്ളതിനെ മാത്രം സെലക്ട് ചെയ്യുക, ഓർ ഹെട്രോസൈഗസ് ആയിട്ടുള്ളതിന് മാത്രം സെലക്ട് ചെയ്യുക. ഇതാണ് സെലക്ഷൻ. ഈ സെലക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മ്യൂട്ടേഷൻ, സഡൻ ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ മൈഗ്രേഷൻ, ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് പോപ്പുലേഷൻ മൈഗ്രേറ്റ് ചെയ്യാനോ ആ പ്ലേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനോ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫ്രം എ ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഓൾ ഓവർ ഇന്ത്യ, അല്ലെങ്കിൽ എന്താ പറയുക മംഗ്ലോയിഡ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നീഗ്രോയിഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് വേണം നമ്മൾ അല്ലീൽസ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യാനായിട്ട്. റാൻഡം മേറ്റിംഗ് ഉണ്ടായിരിക്കണം. ഒരു പർട്ടിക്കുലർ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ മേറ്റിംഗ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റാൻഡം മേറ്റിംഗ്. എന്നാൽ മാത്രമാണ് ഈ പോപ്പുലേഷൻ ലൈക്ക് ഇറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. So this is the definition of this Hardy-Weinberg equilibrium. The Hardy-Weinberg equilibrium is a principle stating that the genetic variation in a population will remain constant from one generation to the next in the absence of disturbing factors. ഇനി ഹാർഡി-വീൻബർഗ് തിയറി പറയുന്നത് ലൈക്ക് ഈ അല്ലീലിക് ഫ്രീക്വൻസീസ് ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു പോപ്പുലേഷനിലോട്ട് പോകുമ്പോൾ ചേഞ്ച് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ്. സോ അത് നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് കോൺസ്റ്റന്റ് ആവാനായിട്ട്. ഒന്ന് അല്ലീലിക് ഫ്രീക്വൻസി, രണ്ടാമത്തതാണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി. ഓക്കെ, അല്ലീൽസ് നമുക്കറിയാം എന്താണെന്നുള്ളത്. ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ജീൻ.
ജീനിന്റെ ഓൾട്ടർനേറ്റ് ഫോമിനെയാണ് നമ്മൾ അല്ലീൽ എന്ന് പറയുന്നത്. അതുപോലെ ജീനോടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീനോടൈപ്പിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഈ അല്ലീൽസ് എന്ന് പറയുന്നത് like it should be, for example, we are taking G as one allele. This is the dominant allele, and we are taking small g as recessive allele. So ഇത് dominant character ആണ് and this is recessive character. So മെൻഡലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് G, there should be homozygous genotype and there should be this homozygous genotype. This is a recessive genotype, recessive ആയിട്ടുള്ള character ആണ്. ഇത് dominant ആയിട്ടുള്ള character ആണ്. And we have also this one, അല്ലേ, ഇത് heterozygous ആയിട്ടുള്ള character ആണ്. So this is genotype. ഇതെന്താണ്? Genotypes ആണ്. Capital G, capital G, capital G, small g and small g, small g. ഇതെന്താണ്? ഇത് genotype character ആണ്. And ഇതിലെ alleles എന്താണ്? ഇത് genotype ആണ്. Alleles എന്താണ് ഇതിന്റെ? This G and this G, that is capital G and small g are alleles. ഈ allelesന്റെ ഒരു all together ഫോം ചെയ്യുന്നതാണ് എന്ത്? Alleles ഫോം ചെയ്യുന്നതാണ്. അതിന്റെ പ്രോഡക്റ്റ് ആണ് genotype എന്ന് പറയുന്നത്. So you have to keep in mind throughout this like ഈ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ throughout keep ചെയ്യേണ്ട രണ്ട് ബേസിക് ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. alleles ആണ് alternate forms of G. നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. അതിന്റെ ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര ടൈം ഇറ്റ്സ് റിപ്പീറ്റിംഗ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് alleles. അതാണ് allelic ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ജീനോടൈപ്പിക് ഫ്രീക്വൻസി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടൈപ്പ് ദാറ്റ് ജീനോടൈപ്പ് ഈസ് expressing or that genotype എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് in a particular population. For example, we are taking ഒരു 9 population നമ്മൾ എടുക്കാണ്. 9 population and I will show here. So ഒരു 9 population we are taking, then their character, genotypic character ആണ് നമ്മൾ എഴുതുന്നത്. Then capital G, small g, then capital G, small g, and we have small g, small g, small g, small g, and 1, 2, 3, 4, 5, 6, 7, 8, and small g, small g. ഇതാണ് നമ്മുടെ population എന്ന് പറയുന്നത്. So in this population നമുക്ക് എത്ര genes ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാം. So how many genotypes are there? We have total number 9 genotypes ആണുള്ളത്. And in that 9, how many GG, that is capital G are there? So how many capital G genotypes are there? 1, 2, 3. So there are 3. So what is the frequency of this genotype? Frequency എന്താ? ടോട്ടൽ നമ്പറിൽ നിന്ന് നമുക്ക് എത്ര ഉണ്ട്, അതായത് ഈ സ്മോൾ ജി ക്യാപിറ്റൽ ജി എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ക്യാപിറ്റൽ ജി ഈ 9 പോപ്പുലേഷനിൽ 3 തവണ വരുന്നുണ്ട്. സോ കൺസിഡർ നമുക്കൊരു we are getting 9 apples. അച്ഛൻ നമുക്കൊരു 9 ആപ്പിൾ കൊണ്ടുവരികയാണ് നമ്മുടെ വീട്ടിലോട്ട്, and we are taking 3 from that. So what is the thing what we are getting, number we are getting? നമുക്ക് കിട്ടുന്നത് നമ്മുടെ എത്രയാണ്? It is 3. So out of 9 I am getting 3. So that is the frequency of capital G. So that is 3 by 9. And next we are considering എത്ര small g ഉണ്ടെന്നാണ്. So recessive character എത്രയുണ്ട്? So here you can count 1, 2, 3. So it's also 3. So 3 by 9 again. And we are next counting how many heterozygous characters are there, that is capital G and small g. So this is 1, then 2, 3. So that is also 3. So capital G, small g, its frequency is 3 by 9. So ഇത് മൂന്നും കൂടിയാൽ നമുക്ക് എന്ത് കിട്ടണം? It should be a constant value. So genotype എന്താണ് നമ്മുടെ ഹാർഡി-വീൻബർഗ് പറയുന്നത്? Like allelic frequency അല്ലെങ്കിൽ genotypic frequency, it should be a constant in their population if there is no disturbance. ഒരു external factorsഉം അതിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ frequencies ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കണം. 1 means it should be a constant. So here you can check F, that is frequency of capital G, frequency of small g, and frequency of capital G, small g is 3 by 9 plus 3 by 9 plus 3 by 9. That is 9 by 9. That is what? 1. So ഈ genotypes in the frequency എന്ന് പറയുന്നത് 1 ആണ്.
ഓക്കെ, ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിൽ അല്ലീൽസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാം. ഹൗ മെനി അല്ലീൽസ് ആർ ദർ? So how many capital G's are there? I told you that alleles എന്താണ്? Capital G and small g. These are the alleles. So എത്ര alleles ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. So how many capital G's are there? Frequency of capital G allele. That is 1, 2, 3, 4, 5, 6, 7, 8, 9. So there are 9. So എത്ര ടോട്ടൽ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അതിന് മുന്നേ small g എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. So frequency of small g. So that is 1, then 2, 3, 4, 5, 6, 7, 8, 9. So it is also 9. Okay. So how many total are there? 18. So 9 by 18 and 9 by 18. So total 18 alleles ഉള്ളതില് capital G എത്രയുണ്ട്? 9 ആണ്. Small g ന്റെ frequency എത്രയാണ്? 9 ആണ്. So if we are counting this one, 9 by 18 plus 9 by 18, that is 18 by 18 is equal to 1. So allelic frequency നമ്മൾ add ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. That is, it is also constant. So this is genotypic frequency. ഇപ്പോൾ ഇതെന്താണ്? This is genotypic frequency and this is allelic frequency. Both when we add, we are getting 1. That is constant. So അതാണ് എന്ത്? Hardy-Weinberg equilibrium state ചെയ്യുന്നത്. Hardy-Weinberg equilibrium is a principle stating that the genetic variation in a population will remain constant from one generation to the next in the absence of disturbing factors. I think it's clear. Equation എന്താണെന്നുള്ളതും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. And we'll give this in an equation form. ഒരു equation will give this as an equation. So equation പറയുമ്പോൾ like G like we are giving a variable ഒരു like ഒരു constant ഒരു variable നമ്മൾ കൊടുക്കുകയാണ്. ഈ capital G small g its characters അല്ലേ, characters define ചെയ്യുന്നതാണ് ഈ genotypes. So ഈ genotypesന് capital G ക്ക് പകരം I am giving P എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഒരു ആൽഫബറ്റ് കൊടുക്കുകയാണ് കോൺസ്റ്റന്റ്. ആൻഡ് ഫോർ സ്മോൾ g അതായത് രണ്ടാമത്തെ ജീനിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? Q. So here I told that this is one allele, this is a second allele. So ഈ allele ഞാൻ കൊടുക്കുന്നതാണ് P എന്ന്, ഈ allele ഞാൻ കൊടുക്കുന്നതാണ് Q. Okay. So if the allele frequencies in a population with two alleles at a locus, they are P and Q. So we can expect the genotype frequency. ഇങ്ങനെ നമ്മുടെ alleles-ന് നമ്മൾ frequency name കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ genotype എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ P എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറിന് P കൊടുത്തു, അതേപോലെ തന്നെ റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറിന് Q കൊടുത്തു. സോ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സ് ഇതിന് വരാം എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. PP മെന്റൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? മെന്റേലിയൻ കൺസെപ്റ്റില് PP, then PQ, PQ and QQ. ഇങ്ങനെയാണ് മെന്റൽ കൺസെപ്റ്റിൽ നമുക്ക് കിട്ടാവുന്ന ജീനോടൈപ്സ് എന്ന് പറയുന്നത്. സോ PP എന്ന് പറയുമ്പോൾ ഇറ്റ്സ് P സ്ക്വയർ ആൻഡ് അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇത് ടോട്ടൽ നമ്പർ 4 ആണ്. 4 ജീനോടൈപ്സ് ആണുള്ളത്. സോ ഇതിന് ടോട്ടൽ നമ്പർ എങ്ങനെയായിരിക്കും? 1/4. അതായത് 4 ജീനോടൈപ്പിൽ ഒരു ഭാഗം എന്താണ്? ഹോമോസൈഗസ് ആയിട്ടുള്ള ഡൊമിനന്റ് ക്യാരക്ടർ ആണ് 1/4. ആൻഡ് ഹിയർ വി ക്യാൻ ഗിവ് Q സ്ക്വയർ, അതായത് ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് ഓൾസോ 1/4. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 4-ൽ ഒരു ഭാഗമാണ് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 2PQ, അതായത് PQ പ്ലസ് PQ ആണ്. രണ്ട് ഹെട്രോസൈഗസ് ക്യാരക്ടർ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 2/4. സോ ഇത് കൗണ്ട് ചെയ്താലും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? വാട്ട് വി ആർ ഗെറ്റിംഗ് 1 അല്ലേ? 1/4 plus 1/4, 2/4, 2/4 plus 2/4, it is also 1. That is constant. അതായത് ജീനോടൈപ്സ് എല്ലാം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ദാറ്റ് മീൻസ് രണ്ട് അല്ലീൽസ് അതായത് P ആൻഡ് Q നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്? 1 എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് ഡൊമിനന്റ് അല്ലീൽ പ്ലസ് ഫ്രീക്വൻസി ഓഫ് റെസസീവ് അല്ലീൽ, ദാറ്റ് ഈസ് 1. സോ ഹാർഡി-വീൻബർഗ് പറയുന്ന അല്ലീലിക് ഫ്രീക്വൻസിയിലെ ഫോർമുലയാണ് ഇത്, allelic frequency. So he is telling, they are telling allelic frequency it should be constant, and also genotypic frequency. Genotypic frequency
it should be also 1, that is constant. I think concept നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകുമ്പോഴും it should be 1 only, constant only. I think it's clear for you. If any doubts are there, you can clear it. Okay. So നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് p plus a plus b all square is equal to a square plus 2ab plus b square എന്നുള്ളത്. സോ ലൈക്ക് ദാറ്റ് ഇത് എന്ന് പറയുന്നത് p plus q all squareന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് ജീനോടൈപ്പിക് ഫ്രീക്വൻസി എന്നുള്ളതിൻ്റെ ഇത് വരുന്നത്. So this is the binomial expansion of p plus q all square. So these Hardy-Weinberg genotypic frequencies, that is this p square plus 2pq plus q square, represents the binomial expansion of p plus q whole square. Okay. So in the picture നിങ്ങൾക്ക് കാണാം, ഇതാണ് frequency of homozygous genotype. Homozygous ആയിട്ടുള്ള homozygous എന്താണ്? P. This is homozygous. P, Q heterozygous, and QQ is also homozygous. This QQ we are giving as recessive genotype and PP is dominant genotype. അങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. So it's p square plus 2pq plus q square is equal to 1. ഇത് genotype frequency ആണ്. This is genotype frequency. And ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം allelesന്റെ frequency ആണ്. Frequency of dominant allele plus frequency of recessive allele is equal to 1. That is Hardy-Weinberg equilibriumത്തിന്റെ allelic frequency ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ we have a missing identity case, ഫോറൻസിക്കിൽ ഒരു മിസ്സിംഗ് ഐഡന്റിറ്റി കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. And how we are giving this missing identity കേസിൽ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് we have to calculate the allelic frequency. കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒപ്പീനിയൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. So in a given population we will be having a database for a given population. So in India, if we are doing this thing, we will be having the allelic frequency of Indian population. Indian population de oru allelic database we will be having. So from that we have to calculate. So for example 17 and 18, 17, 17 ഇതാണ് നമ്മുടെ alleles എന്ന് വിചാരിക്കാം. So 17 and 18 ആണെന്നുണ്ടെങ്കിൽ alleles of for example TIPOX എന്ന് പറയുന്ന ഒരു ജനറ്റിക് മാർക്കറിലുള്ള alleles ആണ് 17 and 18, and VW1 എന്ന് പറയുന്ന ഒരു മാർക്കറിലുള്ളതാണ് 17 and 17. So this is homozygous. Okay, homozygous ആണ്, ഇത് heterozygous ആണ്. So നമ്മൾ allelic frequency calculate ചെയ്യുമ്പോൾ what we will do, we will take this heterozygous ന് നമ്മൾ ഏതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, heterozygous is equal to 2pq അല്ലേ. So what we will do, it's a 2 into 17 into 18. That means allelic frequency of 17, 2 into allelic frequency of 17 into allelic frequency of 18. Okay, and if it is homozygous, what we will do, it is either p square or q square, right? So what we will do, it is 17 square. So allelic frequency of 17 square അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. So we will be having, for example, we will be having 13 markers ഉണ്ട്. 13 markers ഉണ്ടെങ്കിൽ all the 13 markers we will calculate like this, and after that we will find the product of that one. So that will be the allelic frequency of that particular person. So a particular person allelic frequency, how it is matching with the like profile what we are doing എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് we will give the opinion to the court. So I hope you understood what is Hardy-Weinberg principle and how we will calculate the allelic frequency. So here you will be seeing the phenotype is of the parent, and the genotypic frequency is like it is 0.49 and 0.42 for this heterozygous and 0.09 for this homozygous recessive. So total number of individuals എന്ന് പറയുന്നത് 500 ആണ്. 500 how much is it is coming. So that we in that way we will calculate. So how many alleles in a genetic pool. So
1000 പോപ്പുലേഷനിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഗെറ്റിംഗ് 700. സോ 700/100. സോ 0.7 p ആൻഡ് 0.3 q. അങ്ങനെയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് ദി അല്ലീലിക് ഫ്രീക്വൻസി എന്നുള്ളത്. So I hope this is clear. And next we will see what are the factors which are affecting the Hardy-Weinberg equation. So I told you we have to follow this equation only if if there is no disturbing factors എന്നുള്ളത്. So if there is any disturbing factors, this can change. എപ്പോഴും ഇത് കോൺസ്റ്റന്റ് ആയി കൊള്ളണമെന്നില്ല. ഈ 1 എന്നുള്ളത് വാരി ചെയ്യാം. എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി വാരിഡ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻസ്, then gene flow, then genotype, genetic drift, non-random mating, allele frequency. So അതായത് ഇപ്പോൾ for example this is a population I told you like GG like that population is there. ഈ പോപ്പുലേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വേറൊരു സ്ഥലത്തോട്ട് പോവുക, കുറച്ച് പേഴ്സൺ വേറൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരിക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് അല്ലീൽസ് എന്നുള്ളത് വാരി ചെയ്യും. സോ ഇഫ് ദിസ് വാരി ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി കോൺസ്റ്റന്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ വി ആർ ലിവിങ് ഇൻ കേരള ആൻഡ് വി ആർ ടേക്കിംഗ് ദി അല്ലീൽ ഫ്രീക്വൻസി ഓഫ് കേരള പോപ്പുലേഷൻ, ആൻഡ് ഇഫ് some people from this place they migrate to any island. So for example Lakshadweep, അവിടേക്ക് ലക്ഷദ്വീപിൽ ഏതെങ്കിലും ഒരു ദ്വീപിലോട്ട് അവിടെ പോപ്പുലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ അവരവിടെ കുറേ പേരായി, ഓക്കെ, കുറേ പോപ്പുലേഷൻ ആയി. സോ ഇവിടുത്തെ പോപ്പുലേഷൻ കുറേയാണ്. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ജീൻ ഫ്ലോ. പതിയെ അവരവിടെ പോയിട്ട് സെറ്റിൽ ആവുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ജീൻ ഫ്ലോ. ആൻഡ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് സഡൻ ആയിട്ട്, ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്ക് ഓർ എനി അതർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ സം പോപ്പുലേഷൻ കുറയാനുള്ള സാധ്യതകളുണ്ട്. സോ ദാറ്റ് സഡൻ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ, അതാണെന്ന് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ നിങ്ങൾക്കറിയാം, സഡൻ ചേഞ്ച് ആണ് നമ്മുടെ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഫാക്ടർ. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ഈസ് ഓൾസോ എ ഫാക്ടർ ദാറ്റ് ഈസ് affecting the constant value of this like that equilibrium. And also I told you there should be only random mating should be there. So if there is any non-random mating, then also this Hardy-Weinberg equilibrium adum affect cheyavunnathaanu. So these are the factors which are affecting the Hardy-Weinberg equilibrium. So 5 basic principles നമ്മൾ already പറഞ്ഞു. There should be no mutation, there should be random mating, and there should be no gene flow, and infinite population size, large number of population size ആണ് വേണ്ടത്. നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാവുകയും ജീൻ ഫ്ലോ സംഭവിക്കുകയും ജനറ്റിക് ഡ്രിഫ്റ്റ് സംഭവിക്കുകയോ മ്യൂട്ടേഷൻസോ അല്ലെങ്കിൽ ക്രോസ് ഓവർ, അതായത് റിക്കോമ്പിനേഷൻസോ ക്രോസിംഗ് ഓവറോ സംഭവിക്കുകയോ നോൺ റാൻഡിങ് മേറ്റിംഗ് ഉണ്ടാവുകയോ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡി-വീൻബർഗ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂയിൽ നിന്ന് ഇറ്റ് ക്യാൻ ചേഞ്ച്. സോ ഈ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഇരിക്കണം എന്നില്ല. ഇറ്റ് ക്യാൻ ചേഞ്ച് ബിക്കോസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ്. So this is about Hardy-Weinberg equilibrium. So ഈ p സ്ക്വയർ q സ്ക്വയർ p എന്താണ് q എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. p എന്ന് പറയുന്നത് ഡൊമിനന്റ് ആയിട്ടുള്ള ഹോമോസൈഗസ് ക്യാരക്ടറിനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ a അങ്ങനെ. q എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് pq എന്താണ്, ഇറ്റ് ഈസ് a ദാറ്റ് ഈസ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. That is 2pq. So ഇങ്ങനെയാണ് Hardy-Weinberg equilibrium. I hope you understood. If you have any doubts, you can clear. So let me wind up here. Thank you.